Hello viewers, welcome to a new lesson with Litex. Today we are going to discuss a short story titled Mutual Destruction written by Northe Dores. This is included in the AEC1 syllabus of Fyugp stream in Calicut University, and this is part of the textbook English Language Skills for Literatures prescribed for literature students. So let's see what is the story all about. And before coming to the story, let me discuss about the writer. And Northe Dores was born in 1970, and she's a Danish writer. And her Danish means from Denmark. And she's the author of many wonderful novels like Soul, Karate Chop, and Mirror, Shoulder Signal, and Wild Sims. And she became the first ever Danish writer to have a story published in the New Yorker, and when it was the time when her story title The Heroine was published in 2013. She is basically a translator of Swedish crime novels, and its influence can be seen in her works. അപ്പോൾ ഇവർ ഡാനിഷാണ്, ഡെൻമാർക്കിൽ നിന്നുള്ള റൈറ്ററാണ്. ആദ്യം ഡാനിഷ് ഭാഷയിലാണ് എഴുതിയിരുന്നത്, പിന്നീടാണ് ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങുന്നത്. ആൻഡ് ദെൻ ഷീസ് ബേസിക്കലി എ ട്രാൻസ്ലേറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈം നോവൽസിൻ്റെ ട്രാൻസ്ലേറ്റർ ആയിരുന്നു. അത് അവരുടെ നോവൽസിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ 2017 ഷി വാസ് നോമിനേറ്റഡ് ഫോർ ദ മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ ഹർ നോവൽ മിറർ ഷോൾഡർ സിഗ്നൽ. ആൻഡ് ഹർ നോൺ ഫിക്ഷൻ ബുക്ക് എ ലൈൻ ഇൻ ദ വേൾഡ് വാസ് ദി ഫൈനലിസ്റ്റ് ഫോർ 2023 നാഷണൽ ബുക്ക് ക്രിറ്റിക്സ് സർക്കിൾ അവാർഡ്. അപ്പോൾ വളരെ അക്ലെയിംഡ് ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് എത്തിയിട്ടുള്ള ഒരു റൈറ്ററാണ്. ആൻഡ് ഹെർ നോവൽസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹെർ ഷോർട്ട് സ്റ്റോറീസ് ടു. അപ്പോൾ നമ്മുടെ സിലബസിൽ ഇവരുടെ ഷോർട്ട് സ്റ്റോറി അപ്പിയർ ചെയ്യുന്നത് ഇതിൽ തന്നെയുള്ള സെക്കൻഡ് മൊഡ്യൂളിലാണ്. ഇൻസൈറ്റ്സ് ടു ലൈഫ് എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിലാണ് വന്നിട്ടുള്ളത്. ഇതേ മൊഡ്യൂളിലായിരുന്നു നമുക്ക് 2 ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നത്, അനുജ ചൗഹാൻ്റെയും അതുപോലെ PC മുസ്തഫയുടെയും. ആൻഡ് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് അനലൈസിങ് ദ ഇമോഷണൽ ഡെപ്ത് ഇൻ റിലേഷൻഷിപ്സ്. ഈ ഇമോഷൻസിൻ്റെ ഒരു ഡൈനാമിക്സ്, ഫാമിലി റിലേഷൻഷിപ്സിലും ഫ്രണ്ട്ഷിപ്സിലും ഒക്കെയുള്ള ഇമോഷൻ്റെ ഒരു ഡൈനാമിക്സും അതെങ്ങനെ റിലേഷൻഷിപ്സിനെ എഫക്റ്റ് ചെയ്യുന്നു തുടങ്ങിയ അതിൻ്റെ ഒരു വശങ്ങൾ കുട്ടികളിലേക്ക് എത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ സ്റ്റുഡൻസ് ഗെറ്റ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ കണക്ഷൻസ്. ഹ്യൂമൻ കണക്ഷൻസിൻ്റെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ട്സിലേക്ക് കുട്ടികൾക്കൊരു ധാരണയുണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ആൻഡ് ദിസ് യൂണിറ്റ് ഹൈലൈറ്റ്സ് ദി പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഇതെങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു എന്നുകൂടെയാണ് ഇതിൽ വരുന്നത്. സോ വിത്തൗട്ട് മച്ച് അഡോ ലെറ്റ്സ് മൂവ് ഓൺ. സോ ഡോർത്തി ഈസ് from the western part of Denmark who finds inspiration in the rough nature of her native surroundings. ഡോർത്തിയുടെ നോവൽസിൽ അവർ പിക്ചറൈസ് ചെയ്യുന്ന ലാൻഡ്സ്കേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവരെക്കുറിച്ചുള്ള റൈറ്റപ്സൊക്കെ പറയുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് പലപ്പോഴും ഒരു സ്റ്റോറിയുടെ സെറ്റിങ് മാത്രമായിരിക്കും ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ചുറ്റുപാട്. പക്ഷേ ഡോർത്തിയുടെ റൈറ്റിങ്സിൽ ലാൻഡ്സ്കേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ പോലെ തന്നെ നമുക്ക് തോന്നും. പലപ്പോഴും വളരെ ബ്രൂഡിങ് ആയിട്ടുള്ള ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, വളരെ ഗ്രിം ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് പലപ്പോഴും അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ മെനി ഓഫ് ഹർ ബുക്സ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്, ഇൻക്ലൂഡിങ് എ ലൈൻ ഇൻ ദ വേർഡ് വിച്ച് ക്രോണിക്കിൾസ് എ ഇയർ സ്പെൻഡ് ട്രാവലിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ വെസ്റ്റേൺ കോസ്റ്റ്, ട്രേസിംഗ് ദ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഓഫ് പ്ലേസസ് ആൻഡ് എൻടാംഗ്ലിംഗ് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ലാൻഡ്സ്കേപ്പ്. ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് ഇവരുടെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. പലപ്പോഴും ഈ റഗ്ഗഡായിട്ടുള്ള പരുത്ത ലാൻഡ്സ്കേപ്പുകളും ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈൻസിലും യാത്ര ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തെ ഒരു ഹിസ്റ്ററിയും ആ ഹിസ്റ്ററി എങ്ങനെ അവിടുത്തെ ലാൻഡ്സ്കേപ്പുമായിട്ട് ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഡോർത്തിയുടെ ഒരു ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ലൊക്കേഷൻസ് ഇവരുടെ നോവൽസിലൊരു പെക്യൂലിയർ സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു.
Then, Nose masterfully creates a narrative that is simultaneously brutal and tender, revealing the complex emotional landscapes of masculinity, loyalty, and survival. അപ്പോൾ ഇവരുടെ നെററ്റീവിൽ നമുക്ക് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഇടപെടലുകൾ, വയലൻ്റ് ആയിട്ടുള്ള ഇടപെടലുകൾ കാണാം. അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള സീൻസ് കാണാം. അതുപോലെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഇമോഷണൽ ലാൻഡ്സ്കേപ്സ് റിവീൽ ചെയ്യുന്നു, എസ്പെഷ്യലി മാസ്കുലിനിറ്റി. അപ്പോൾ മാസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും ഒരു ആസ്പെക്റ്റായിട്ട് വളരെ പ്രധാനമായിട്ട് ഇവരുടെ നോവൽസിലും സ്റ്റോറീസിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ബീയിങ് എ മെയിൽ ആൻഡ് ബീയിങ് എ ഫീമെയിൽ, ഇത് രണ്ടും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ ക്ലാഷ് ആവുന്നു, ദെൻ റിലേഷൻഷിപ്സിലുള്ള ലോയൽറ്റി, വിധേയത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സൊക്കെ ഇവരുടെ നോവൽസിലും വർക്ക്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ ഡെത്ത് ആൻഡ് വയലൻസ്. ഡെത്ത് ആൻഡ് വയലൻസ് ആർ ലൂമിങ് ലാർജ്. അതിങ്ങനെ എവിടെയോ പതുങ്ങി നിൽക്കുന്ന പോലെയുള്ളൊരു ആംബിയൻസ് ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും ഇവരുടെ വർക്ക്സ് വായിക്കുമ്പോൾ നമുക്ക് എഡ്ഗർ അലൻ പോയുടെയൊക്കെ റൈറ്റിങ്സിലുള്ള ഒരു വളരെ ഗ്ലൂമി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാം. സോ ഡെത്ത് ആൻഡ് വയലൻസ് ആർ പോർട്രേറ്റ് ടു ഷൈൻ ത്രൂ ദ ക്രാക്സ് ലെഫ്റ്റ് ഇൻ ദ സ്റ്റോറി ടെല്ലിംഗ്. കഥ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ എവിടെയോ വിടവുകളിലൂടെ ഇങ്ങനെ വെളിച്ചം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കുറേ വയലൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ ഒതുക്കി വെച്ചിട്ടുള്ള, ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സത്യങ്ങളിലേക്ക് നമുക്കിങ്ങനെ അതിൻ്റെ ഒരു ഗ്ലിംസസ്, അതിൻ്റെ ഇൻക്ലിങ്സ് നമുക്ക് കിട്ടും, അതിൻ്റെ ക്ലൂ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോറി ഭയങ്കര ക്യൂരിയസ് ആയിട്ട് പോകുന്നത്. ആൻഡ് നൗ let's go to this short story collection named Karate Chops. It is in this collection that our story, The Mutual Destruction, is included, and she was the first in Danish author of 5 novels consisting of 15 oblique, and this is the first English publication of this writer. And 15 oblique very grim reality is seen in these writings, in these short stories. Many of them are about isolated people struggling to connect. അപ്പോൾ ഒരു 15ഓളം വരുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സിലുള്ള ഷോർട്ട് സ്റ്റോറീസാണ് ഈ കരാറ്റി ചോപ്സ് എന്നുള്ള ഈ ഒരു വർക്കിൽ വരുന്നത്. പലതും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ആൾക്കാരായിട്ട്, ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ആൻഡ് ദേ സ്ട്രഗിൾ ടു കണക്ട് വിത്ത് ദ പീപ്പിൾ അറൗണ്ട് ദം. അവരുടെ ചുറ്റുള്ള മനുഷ്യരോട് തന്നെ ഇമോഷണലി ഒരു ബോണ്ട് ഉണ്ടാക്കാനും ഉള്ള ബോണ്ടിൽ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ഇവരുടെ ഈ ഒരു സ്റ്റോറീസിൽ കാര്യമായിട്ട് അപ്പിയർ ചെയ്യുന്നത്. സോ ഷീ ഈവൻ റിസീവ്ഡ് 2014 പിയർ ഓലോഫ് Enquist Literary Prize for this particular work, and it's a very renowned prize. And then Publishers Weekly named one of the best books of 2014. അപ്പോൾ അത്രയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉള്ള ബുക്സാണ്. ഇത് EPUB ഫോമാറ്റിൽ അവൈലബിൾ ആണ് ഓൺലൈനിൽ. സോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചാൽ നന്നായിരിക്കും. And then Karate Chop, this work is translated by Martin Aitken into English. Then Mutual Destruction appears in this collection, and Mutual Destructionലെ പല സ്റ്റോറീസും നമുക്കൊരു പേടിപ്പെടുത്തുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ദ ഹെറോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിൽ പല സ്റ്റോറീസിലും നായകൾ ഒരുപാടുണ്ട് കേട്ടോ. ഡോഗ്സ് ആർ ദർ ഇൻ മെനി ഓഫ് ദ സ്റ്റോറീസ്. അപ്പോൾ ഈ ഹെറോൺ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിൽ ഒരു സൂട്ട് കേസിൽ അടക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, വെട്ടിമുറിക്കപ്പെട്ട അവയവങ്ങൾ മണത്ത് കണ്ടുപിടിക്കുന്നതൊരു നായയാണ്. അതുപോലെ ഇൻ അനദർ സ്റ്റോറി there's a lady who is feeding her medicines to the dog. സ്വന്തം മെഡിസിൻസ് ഈ നായക്ക് കൊടുത്തിട്ട് കുരയ്ക്കാൻ പറ്റാതാവുന്ന ഒരു നായയുണ്ട് മറ്റൊരു വർക്കിൽ. അപ്പോൾ വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസുമാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ സോളിറ്റ്യൂഡ്, ഒറ്റപ്പെടുക. അതുപോലെ ആ ഒറ്റപ്പെടലിനെ എൻജോയ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണല്ലോ സോളിറ്റ്യൂഡ്. ലോൺലിനെസ് ആണ് ഒറ്റപ്പെടൽ. സോളിറ്റ്യൂഡ് ഇസ് അനദർ റിക്കറിങ് തീം. ആൻഡ് ഷീ ഈസ് കീപ്പിംഗ് ഓൺ സെയിം ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ ഓൺ ത്രഷോൾഡ്സ്. അതായത് എന്തോ ചെയ്തിട്ട് അതിൽ നിന്ന് മാറി പുതിയതൊന്നിലേക്ക് പുറപ്പെടാൻ പോകുന്ന ആൾക്കാർ. അങ്ങനെയുള്ള വളരെ യുണീക്കായിട്ടുള്ള ചില ക്യാരക്ടേഴ്സിനെ ഇവരുടെ റൈറ്റിങ്സിൽ ഇവർ കൊണ്ടുവരുന്നുണ്ട്. സോ ലെറ്റ്സ് നൗ മൂവ് ഓൺ ടു ദ സ്റ്റോറി. So the story, The Mutual Destruction, explores a complex relationship between two hunters. Main characters, രണ്ട് hunters ആണ്, Henrik and Morten, and they are real friends, and this is set in the rural Danish landscape.
വളരെ റൂറലായിട്ടുള്ള വില്ലേജ് ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹണ്ടിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ആണ്. സോ ദ നെറേറ്റീവ് റിവോൾവ്സ് അറൗണ്ട് ദിയർ ഹണ്ടിങ് പാർട്ട്ണർഷിപ്പ്, എ മക്കാബർ പാക്ട് ഇൻവോൾവിങ് യൂത്തനൈസിങ് ഈച്ച് അതേഴ്സ് ഹണ്ടിങ് ഡോഗ്സ്. അതായത് വളരെ ഗ്രിമ്മായിട്ടുള്ള ഒരു കരാർ ഇവർ തമ്മിൽ ഉണ്ടാക്കുകയാണ്. പാക്ട് മീൻസ് എൻ അഗ്രിമെൻറ്റ്. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും നായകളുണ്ട്. ഒരാൾക്ക് കുറേ നായകളുണ്ട്, ഒരാൾക്ക് കുറച്ച് നായകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹണ്ടിങ് ഡോഗ്സ് ആണ്. ഒരു സമയം കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ഹണ്ട് ചെയ്യാനൊന്നും പറ്റാതാവുകയും ഒക്കെ ചെയ്യുമ്പം ഇവർക്കൊരു ന്യൂസൻസും റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും ഈ നായ്ക്കൾ. അപ്പോൾ ഈ നായ്ക്കൾ ഓരോന്നായിട്ട് അവനവൻ്റെ നായ മറ്റേയാൾ കൊല്ലുക എന്നുള്ള രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റ് ഇവർ തമ്മിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ മറ്റയാളുടെ നായേനെ കൊല്ലുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെരി സിംബോളിക് ദാറ്റ് വിൽ ഗോയിൻ ടു. സോ ഇതിൻ്റെ കൂടെ ഇവരുടെ ഫാമിലി ലൈഫിലും ടെൻഷൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടി ഉണ്ടാക്കുന്ന ഒരു ഗ്ലൂമി ആയിട്ടുള്ള വളരെ വിഷമം പിടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കഥയിലുള്ളത്. ആൻഡ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അറ്റ് ട്വൈലൈറ്റ് മീൻസ് ഈ സന്ധ്യാ സമയം. സോ ഹെൻറിക് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ വുഡ്. ഞാൻ പറഞ്ഞു ഒരു എഡ്ജിലാണ് നിൽക്കുന്നത്, ഒരു കാടിൻ്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. ഒബ്സർവിങ് മോട്ടൻ ഇൻ ഹിസ് ഫാം യാർഡ്. അപ്പോൾ അവിടെ മോട്ടൻ അപ്പുറത്ത് സ്വന്തം കൃഷിത്തോട്ടത്തിൽ അവിടെ എങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹെൻറിക്കിൻ്റെ ഡോഗ് എന്ന് പറയുന്നത് വലിയൊരു ഡോഗാണ്. ഹെൻറിക്കാണ് ഈ ഒരു ഫ്രണ്ട്, മോട്ടനാണ് മറ്റേ ഫ്രണ്ട്. രണ്ടുപേരും ഹണ്ടേഴ്സാണ്. ഹെൻറിക്കിൻ്റെ ഡോഗ് കുറച്ച് വലുതും പിന്നെ മോട്ടൻ്റെ ഡോഗ്സ് കുറച്ച് ചെറിയ ഡോഗ്സാണ്, കുറേ എണ്ണമുണ്ട്. അത് ഈ ഡാക്ഷുണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ചെറിയ ഹൈറ്റ് കുറഞ്ഞ മോട്ടൻ്റെ കാലിൻ്റെ അത്രയും മാത്രം വലിപ്പം വരുന്ന, അതായത് ഫീറ്റിൻ്റെ തൊട്ട് മുകളിൽ മാത്രം വലിപ്പം വരുന്ന ചെറിയ ബ്രീഡ് ഓഫ് ഡോഗ്സാണ് ഡാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലും സിംബോളിക്കാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരു ഡയമെൻഷനും കൂടി അതിൽ കാണാം. സോ എനിവേയ്സ്, ടീന ആണ് മോർട്ടൻ്റെ വൈഫ്. ആൻഡ് വി കം ടു നോ ദാറ്റ് ടീന ഹാസ് ലെഫ്റ്റ് ഹിം. മോർട്ടനെ ഒഴിവാക്കി കുട്ടികളെയും കൊണ്ട് ടീന അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ഫാമിലിയിലുള്ള ട്രബിൾ നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഇങ്ങനെ ഇവരുടെ ഒരു അൺയൂഷ്വൽ ഫ്രണ്ട്ഷിപ്പാണ് ഈ രണ്ട് വേട്ടക്കാരും തമ്മിലുള്ള. ഇവർ ഈ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നിട്ട് അതിൻ്റേതായ ആംബിയൻസിൽ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. So there is this very strange agreement also. Then over the years they have developed very strong relationship between each other. And now സ്റ്റോറിയുടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് അപ്പോൾ പോയത്. ഈ കറൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഹെൻറിക്ക് ഇയാളെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് ഇയാൾക്ക് തോന്നുന്നുണ്ട്. ആൻഡ് പ്രശ്നം ഇത് തന്നെയാണ്, ഭാര്യയും കുട്ടികളും മോർട്ടനെ ഇട്ടേച്ച് പോയിട്ടുണ്ട്. ദെൻ ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ഡാക്ഷൻ ഡോഗ് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. ബാക്കി എല്ലാ നായ്ക്കളെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. സോ ആൻഡ് ദേ ആർ മൂവിങ് അറൗണ്ട് ഇൻ ദ യാർഡ് വിത്ത് സെൻസ് ഓഫ് എംപ്റ്റിനെസ്. ഒന്നും ചെയ്യാനില്ലാത്ത, ആരും ഇല്ലാത്തൊരു ഫോർലോൺ, ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് മോർട്ടനെ കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടാക്കിയിരുന്ന എഗ്രിമെൻ്റ് എന്താണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഡോഗ്സിനെ കൊന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോർട്ടൻ്റെ ഡോഗ്സിനെയാണ് ആദ്യം കൊന്നു തുടങ്ങിയത്. ഹെൻറിക്ക് ആദ്യം ഇദ്ദേഹത്തിൻ്റെ ഡോഗ്സിനെ ഒരാളെ കൊല്ലുന്നത് ഒരു ഫോക്സ് ഹോളിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. ഒരു ജീവി പോയത് അതിനെ പിടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഡോഗിനെയാണ് കൊന്നത്. പിന്നെ ഒന്ന് ക്രിസ്മസ് ട്രീ പ്ലാന്റേഷനിൽ വെച്ചിട്ടായിരുന്നു. മറ്റൊന്ന് ഒരു പോസിബിളി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോഴാണ് അതിനെ കൊന്നത്. പിന്നെ ഒരു ഡോഗിന് ക്യാൻസർ പോലെ വന്നു. അപ്പോൾ വെറ്റ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതിനെ ബുദ്ധിമുട്ടാക്കുന്നതിനേക്കാളും നല്ലത് അതിനെ കൊന്നു കളയുന്നതല്ലേ എന്നുള്ളതാണ് ഇവരുടെ ഒരു ചിന്താരീതി. അതായത് വെൻ ദാറ്റ് ഡോഗ് ഈസ് ഇൻവോൾവ് ഇൻ സംതിങ് വിച്ച് ഇറ്റ് ലൈക്സ് വെരി മച്ച്, അത് ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അതിനെ കൊല്ലുന്നതെങ്കിൽ അത് ഈ ഒരു ബുദ്ധിമുട്ട്, വേദന അറിയില്ല എന്നുള്ളൊരു ഇതിലാണ് ഇവരിതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഇത്രയും നാൾ കൊണ്ടു നടന്നൊരു ആനിമലിനെ കൊന്നു കളയുമ്പോഴുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഒന്നും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ഫീലിങ്സ് വളരെ റെസ്ട്രെയിൻഡാണ്, ഒതുക്കി വെക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹണ്ടേഴ്സിൻ്റെ ഒരു സ്വഭാവ രീതി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആൻഡ് ദെൻ ഈ ടീനയുടെ ക്യാരക്ടറിലേക്ക് വെളിച്ചം വീശുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ടീനയ്ക്ക് ഉണ്ടായിരുന്ന കുറേ ഹാബിറ്റ്സ്
ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ നായ്ക്കളെ പലതിനെയും വളരെ പോഷായിട്ടുള്ള പേരുകളിട്ടിരുന്നു, വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പേരുകളിട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഡോഗ്സിനെല്ലാം പല സമയത്തായിട്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതിനകത്തുള്ള ഇമോഷണൽ ഡൈനാമിക്സിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സോ ഇതിൻ്റെ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് പറയുമ്പോൾ ഹെൻറിക്കും മോർട്ടനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റൂറൽ ലൈഫിൽ നിന്ന് വരുന്നതാണ്. അവർ രണ്ടുപേരും ആ ഒരു റൂറൽ വില്ലേജിൽ ജനിച്ച് വളർന്നതായതുകൊണ്ട് ദേ ബിലോങ് ടു ദാറ്റ് പ്ലേസ്. അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ ഇടയിലേക്ക് വരുന്ന ഇവരുടെ വൈഫ്സ്, എസ്പെഷ്യലി ടീന, മോർട്ടൻ്റെ ലൈഫിലേക്ക് വരുന്ന ടീനയ്ക്ക് അതിനകത്തൊരു പ്രത്യേക റൂൾ ഇല്ലാതായി മാറുവാണ്. ടീന ആൻഡ് മോർട്ടൻ ആർ സ്ട്രഗ്ലിങ് ടു അഡ്ജസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഒരിക്കലും ടീനയും ഒരു റൂറൽ ഏരിയയിൽ നിന്ന് വരികയാണെങ്കിലും ഷീ വാസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ദർ ഈസ് എ ക്ലൂ ദാറ്റ് ഷീ ഈസ് എ ടീച്ചർ ഇൻ എ സ്കൂൾ. ഷീ ഗോസ് ടു സ്കൂൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ വളരെ ഹൈ അംബീഷൻസ് ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അതും ഇവരുടെ ഈ ഒരു വളരെ പക്കാ റൂറൽ ആയിട്ടുള്ള ഒരു മാസ്കുലിൻ സെൻസിബിലിറ്റി ആയിട്ട് അത് ക്ലാഷ് വരുന്നുണ്ട്. മാസ്കുലിൻ എന്ന് പറയുമ്പോൾ ആണുങ്ങളുടെ ഒരു അധികാരം എന്നുള്ള രീതിയിൽ അത് വളരെ റൂറൽ ഏരിയാസിൽ ഉണ്ടാവുന്ന ഒരു മാസ്കുലിൻ സെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വിമൻ വളരെ ഒതുങ്ങിയിരിക്കുകയും ഒന്നിനും കൊള്ളാത്ത സ്ത്രീകളായിട്ട് അങ്ങനെയുള്ള ഒരു കൾച്ചറാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് ടീന ഡിഫറെൻ്റ് ആവുന്നത്. ഓക്കെ. And now, so these emotional undertones are there in the story. ഒരുപാട് ഇമോഷണൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കുറേ ഇമോഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷൻസ് തന്നെയാണ് ഇവരുടെ ഒരു മ്യൂച്വൽ ഡിസ്ട്രക്ഷന് കാരണമായിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഈ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം നായകളെ കൊന്നു കളയുകയും ഓരോന്നോരോന്നായിട്ട് കൊന്നു തീരുമ്പോൾ അവസാനം ഒന്ന് ബാക്കിയാവുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ വൈഫ് പോകുന്നു. അപ്പോൾ സ്വന്തം മറ്റേ ആളുടെ ഇമോഷനിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. ആരും ഇല്ലാതാവുന്നതിൻ്റെയും ഈ കൊന്നു കളയുന്നതിൻ്റെ എല്ലാം ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി രണ്ടാളും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ്. അപ്പോൾ ഷെയർഡ് റിലേഷൻഷിപ്പിലുള്ള ഇമോഷണൽ റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കൂടി ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ തീമാവുന്നുണ്ട്. So just like that, just like the relationship between the hunters and dogs, the relationship between the wife and husband is troublesome. It is fraught with tensions, means it is full of tensions. Then what are the symbolic elements? Dogs represent vulnerability and disposability. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിൽ ഡോഗ്സ് ഇവരുടെ സ്നേഹത്തിൻ്റെയും ദയവിൻ്റെയും അടയാളമല്ല, പകരം ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഡോഗ്സിനെ എല്ലാം ഇങ്ങനെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൾണറബിലിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ആൻഡ് ദി ആക്ട് ഓഫ് ഷൂട്ടിംഗ് ഡോഗ്സ് സിംബലൈസ് ദ ഹാർഷ് ഫോം ഓഫ് മേഴ്സി. ഇത് കരുണയായിരിക്കാം, പക്ഷേ അതൊരു ക്രൂവലായിട്ടുള്ള രൂപത്തിലാണ് ഇവർ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യുന്നത്. അതായത് ഇവർക്കൊരു ബാധ്യതയാകുമ്പം ഗെറ്റിംഗ് റിഡ് ഓഫ് ദം അറ്റ് എനി കോസ്റ്റ് എന്നുള്ളൊരു ഐഡിയ ആണ്. സോ ദ ഫാമിയർഡ് ആൻഡ് ദ ലാൻഡ്സ്കേപ്പ് റിഫ്ലക്ട് ദി ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സിന് പറ്റിയ ഒരു ഗ്രിമ്മായിട്ടുള്ള ഒരു ഫാം ലാൻഡ് കൂടിയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് നൗ കമ്മിങ് ടു ടീനാസ് ക്യാരക്ടർ, ദ വുമൺ ഇൻ ദി ഹോൾ സ്റ്റോറി. ഇതിൽ ടീന പേഴ്സണലി അപ്പിയർ ചെയ്യുന്നില്ല. ടീനയെക്കുറിച്ച് മറ്റുള്ള രണ്ടുപേരും അവരുടെ ചിന്തകളാണ് ഷെയർ ചെയ്യുന്നത്, നേരിട്ടുള്ള ഡയലോഗ്സ് അല്ല. അപ്പോൾ ഇതിൽ ടീനയെക്കുറിച്ച് മോർട്ടൻ പറഞ്ഞ കാര്യങ്ങളും ഹെൻറിക് നേരിട്ട് കണ്ടിട്ടുള്ള ചില കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ട് ഹെൻറിക്കിൻ്റെ ഒരു ചിന്തയിലൂടെയാണ് കഥ പോകുന്നത്. അപ്പോൾ ഷീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രാക്ടിക്കൽ ആൻഡ് അൺഅഫ്രെയ്ഡ് പേഴ്സൺ ഓഫ് ഗെറ്റിംഗ് ഹെർ ഹാൻഡ്സ് ഡേർട്ടി. വളരെ റൂറൽ ഏരിയയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൈകൊണ്ട് ചെയ്യാവുന്ന റഫായിട്ടുള്ള ടാസ്ക് ഒന്നും ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഈ ബേർഡിൻ്റെ ഒരു കിളിയെ കൊന്നിട്ട് അതിനെ തോലുരിക്കുന്നതൊക്കെ പോലെയുള്ളൊരു സമയം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറിലേക്ക് ഇങ്ങനെ കൈയിട്ട് ഇതാക്കാനൊന്നും ഒരു മടിയില്ലാത്ത ഒരാളായിട്ടാണ് അവളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അത് അവളുടെ ഒരു എന്താ പറയുക, വളരെ ഡിലിജൻ്റായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവിനെയാണ് കാണിക്കുന്നത്. ഷീ ഡു നോട്ട് വെയിറ്റ് ഫോർ എനി വൺ. പക്ഷേ അവളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ആൺചിന്താ രീതിയിൽ നിന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ത്രൂ ദ മെയിൽ ഗെയ്സ് ആസ് സംവൺ ഹൂ ഹാവ് ഹേർഡഡ് ഫ്രം ഹെർ സറൗണ്ടിങ്സ്. അപ്പോൾ ഒരു മെയിൽ ഗെയ്സിൻ്റെ രീതിയിൽ നിന്നാണ് അവളെ ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ ഷീ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹെർ പ്രാക്ടിക്കൽ റൂറൽ
upbringing, and then she's capable of intrusive actions. വളരെ ആൾക്കാർ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ പൊതുവെ വളരെ കൾച്ചേർഡായിട്ടുള്ള എന്ന് കാണിക്കുന്ന ഈ ഒരു തരം മാനറിസംസ് കാണിക്കുന്ന സ്ത്രീകളിൽ നിന്നും ഡിഫറെൻ്റായിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് അവളെ കുറച്ച് നെഗറ്റീവായിട്ടാണ് ഇവർ പിക്ചറൈസ് ചെയ്യുന്നത്. ഗിസാർഡ് എന്ന് പറയുന്നത് സ്റ്റിക്കിംഗ് ഹെർ ഹാൻഡ് ഇൻ ടു എ ഡക്ക് ആൻഡ് പുള്ളിങ് ഔട്ട് ദ ഗിസാർഡ് എന്ന് പറയുന്നുണ്ട്. ഗിസാർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊന്നു കളഞ്ഞിട്ടുള്ള ഒരു ഡക്കിൻ്റെയൊക്കെ വയറിൻ്റെ ഉള്ളിലെ ഭാഗത്തിനാണ് ഗിസാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കീറിപ്പൊളിച്ചെടുക്കാനൊന്നും ഇവൾക്ക് ഒരു മടിയുമില്ല എന്നാണ് പറയുന്നത്. ദെൻ ഷീ കംസ് ഫ്രം എ റൂറൽ ബാക്ക്ഗ്രൗണ്ട് ബട്ട് ഷീ ഈസ് വെരി അംബീഷ്യസ്. അതുകൊണ്ട് തന്നെ ഇവളുടെ നിക്നെയിമായിട്ട് സ്കൈലാർക്ക് എന്ന് പറയുന്നുണ്ട്. സ്കൈലാർക്കിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബേർഡ് ദാറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് സിംഗിങ് ബട്ട് ഓൾസോ ഫോർ ഇറ്റ്സ് ഫ്ലൈയിങ് ഹൈ. വളരെ ഉയരത്തിൽ പറക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് സ്കൈലാർക്കിനെ കാണുന്നത്. ഓട്ടു സ്കൈലാർക്ക് എന്ന് പറയുന്നൊരു പോമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൈലാർക്ക് എന്ന് ഇവളെ വിളിക്കുന്നത് തന്നെ ഇവളുടെ ഒരു അംബീഷനെ ഉദ്ദേശിച്ചിട്ടാണ്. അവളുടെ സ്റ്റുഡൻസ് അവളെ അങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനമാണ്, ആ ഒരു ആസ്പെക്റ്റാണ് മോർട്ടനുമായിട്ട് ഒരിക്കലും ഒത്തുപോകാത്തത്. മോർട്ടൻ ഈസ് എ വെരി റഫ് ആൻഡ് റൂറൽ ഗൈ, ആൻഡ് at the same time, contrary to his habit, his wife is a very ambitious and educated lady. So she looked for intellectual and social mobility as well. കറൻറ്റ് സിറ്റുവേഷനിൽ നിന്നും കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന ഒരാളാണ് അവൾ. സോ ഹാവിങ് എ സ്കൂൾ ബാഗ്, ഇതൊക്കെ മോർട്ടൻ ഇഷ്ടമാണ് കാണാൻ. പക്ഷേ ബീങ് ടു ആംബിഷ്യസ് ഹി ഡു നോട്ട് അപ്രിഷ്യേറ്റ്. ഓക്കെ, സോ അവളുടെ ഒരു കൾച്ചറൽ റിഫൈൻമെൻ്റ് ഒന്നും മോർട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ കൂടെ നിൽക്കുമ്പോൾ മോർട്ടൻ ചെറുതായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് ഷീ മേക്സ് ഹിം ഫീൽ ലൈക്ക്, ടെക്സ്റ്റിൽ ഈ ഒരു എഴുത്തുകാരൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഈ ഒരു ഹെൻറിക്കിൻ്റെ ഭാഷയിൽ എഴുത്തുകാരി പറയുന്നത് ഇവളെപ്പോഴും, അതായത് ടീന എപ്പോഴും മോർട്ടനെ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ നമ്മൾ പിന്നീട് ഈ ടെക്സ്റ്റിൻ്റെ ഇടയിലുള്ള വിടവുകളിലൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഈ രണ്ടുപേരുടെയും മെയിൽ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനിലൂടെ വരുന്നതാണ്, അല്ലാതെ ഷീ മൈ നോട്ട് ബി സച്ച് എ വുമൺ എന്നുള്ളൊരു ഐഡിയ വരുന്നുണ്ട്. സോ ഇറ്റ് കൺട്രാസ്റ്റ് ഷാർപ്ലി വിത്ത് യൂട്ടിലിറ്റേറിയൻ ഹണ്ടിങ് ഫോക്കസ്ഡ് മാസ്കുലിൻ വേൾഡ്. വളരെ മാസ്കുലിൻ ആയിട്ടുള്ള ഒരു ലോകത്താണ് മോർട്ടനും ഹെൻറിക്കും ജീവിക്കുന്നത്. അതിൻ്റെ ഒരു യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു രീതി കൊണ്ട് തന്നെയാണ് ആവശ്യം കഴിയുമ്പോൾ, ഉപദ്രവമാവുമ്പോൾ അല്ലെങ്കിൽ ന്യൂയിസൻസ് ആകുമ്പോൾ ഇവർ സ്വന്തം നായകളെ പോലും കൊന്നുകളയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സെൻസിബിലിറ്റിയുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ such a ambitious and sophisticated and educated lady would necessarily become a misfit. ഇവരുടെ ഇടയിൽ ചേരാൻ പറ്റുന്ന ഒരാളായിട്ടല്ല ടീന വരുന്നത്. അത് ടീനയുടെ ഒരു ഫ്ലോ ആയിട്ട് അല്ലെങ്കിൽ അവളുടെ ഒരു കുറവായിട്ടാണ് സ്റ്റോറിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് അവളുടെ ഒരു അംബീഷനൊക്കെ മോർട്ടൻ വളരെ ഓക്വേർഡായിട്ടാണ് കാണുന്നത്. സോ ഇതെല്ലാം നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ടീനയുടെ ഈ ഒരു വീട്ടിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക്, കുട്ടികളെയും കൊണ്ടുള്ള പോക്ക് എന്നുള്ളത് വളരെ ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. അത് എക്സ്പെക്റ്റ് ചെയ്തതായിരുന്നു. അല്ലെങ്കിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സും അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം പറയാൻ. സോ ഒരു ആബ്സെൻസ് ഉണ്ട് ഇതിൽ. ടീന എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളെ സ്റ്റോറി ലൈനിൽ നമ്മൾ നേരിട്ട് കാണുന്നില്ല. ഇവരുടെ റിപ്പോർട്ടിലൂടെയാണ് നമുക്ക് അവളെ വായിക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു ആബ്സെൻസ് തന്നെ എന്താണ്, വളരെ പവർഫുള്ളായിട്ട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. സോ ആബ്സെൻസ് ഇൻ ദ മാസ്കുലിൻ നറേറ്റീവ്, ആൺ എഴുത്തിൽ വന്നിട്ടുള്ള അവളുടെ ഒരു പോർട്രയൽ, അവളെക്കുറിച്ചുള്ള ചിത്രീകരണത്തിൽ കുറേ കുറവുകളുണ്ട്. അത് നമുക്ക് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോറി ഒരിത്തിരി കൺഫ്യൂസിങ് ആവുന്നത്. ബട്ട് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. Then how are these absences represented? Positioned as an outsider within the masculine ecosystem of hunting and rural life. വളരെ മാസ്കുലിൻ ആയിട്ടുള്ള ഒരു ആണുങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിന്, അവർക്ക് മാത്രം അധിവസിക്കാനുള്ള സ്കോപ്പ് മാത്രമുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ ഒരു ഔട്ട്സൈഡറാണ് ടീന. Then she represents intellectual and aspirational energy that challenges male dominated space. മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്പേസിനെ എപ്പോഴും
ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എഡ്യൂക്കേഷനുള്ള വുമൺ ആണ് എന്നതാണ് പല സൊസൈറ്റീസിലെയും ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിലും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ, എഡ്യൂക്കേഷൻ്റെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ ഒരു ക്ലാഷാണ് ഇവിടെ കാണുന്നത്. സ്ത്രീ എഡ്യൂക്കേഷനുള്ള ആളും പുരുഷൻ എഡ്യൂക്കേഷൻ ഇല്ലാത്ത റഫ് ആൻഡ് റോ ആയിട്ടുള്ള റൂറൽ കൺസർവേറ്റീവ് ഗൈയും ആവുന്ന സിറ്റുവേഷൻ. Then this is described as, she is described as someone who talked big and sought horizons. അവളുടെ ലക്ഷ്യം വലിയ ദൂരെയുള്ള ചക്രവാളങ്ങളാണ്. അതൊക്കെയാണ് ഇയാൾക്ക് വളരെ ഓക്വേർഡായിട്ട് തോന്നുന്നത്. ആൻഡ് ദെൻ ഹെർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അംബിഷൻസ് ക്രിയേറ്റ് ടെൻഷൻ വിത്ത് ദ ട്രഡീഷണൽ റൂറൽ മാസ്കുലിൻ വേൾഡ്. അവളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ലോ അംബിഷനുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹൗസ് വൈഫ് ആവുക എന്നായിരുന്നു. ബട്ട് ഷീ വാസ് നോട്ട് ദാറ്റ്. ദെൻ അത് വളരെ ജെൻഡേർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷനാണ് ഇത് നമുക്ക് വായിക്കാൻ പറ്റും. ദെൻ ഡെപ്പിക്റ്റഡ് ത്രൂ മാസ്കുലിൻ പെർസ്പെക്റ്റീവ് ഓഫ് ഹെൻറിക് ആൻഡ് മോർട്ടൺ. ഇവരുടെ രണ്ടുപേരുടെയും മാസ്കുലിൻ ആയിട്ടുള്ള ചിന്താധാരയിൽ നിന്ന് വന്നിട്ടുള്ളൊരു പോർട്രയിലാണ്. ആൻഡ് ദെൻ ഹെർ ഡിപ്പാർച്ചർ, ഹെർ ഗോയിങ് ബാക്ക് ഹെർ ഹോം അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് ഇസ് പോർട്രേറ്റ് ആസ് ഓൾമോസ്റ്റ് ഇനെവിറ്റബിൾ. വളരെ ഏറ്റവും ഉടനെ നടക്കാൻ പോകുന്നതാണെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു കാര്യം തന്നെയാണ് എന്ത് ഇവളുടെ ഇറങ്ങിപ്പോക്കിലൂടെ ഇവർ കണ്ടത്. എന്തായാലും ഡയറക്റ്റായിട്ട് നമ്മളത് കാണുന്നില്ല. ഹെൻറിക്കിൻ്റെ ഓർമ്മയിലൂടെയാണ് നമ്മൾ ഈ ഒരു ഇവൻറ്റ് മനസ്സിലാക്കുന്നത് കേട്ടോ. സോ മോസ്റ്റ് ഇന്നോവേറ്റബിൾ ആൻഡ് എക്സ്പെക്റ്റഡ് ബൈ എവ്രി വൺ. സോ ഇറ്റ് സിംബലൈസ് എ ഡിസ്റപ്റ്റീവ് ഫെമിനിൻ ഫോഴ്സ് ചലഞ്ചിങ് മാസ്കുലിൻ ടെറിട്ടറി. വളരെ ആൺ എന്ന് പറയാവുന്ന ഒരു ടെറിട്ടറി, ഒരു ഇടം, ഒരു അധികാരത്തിൻ്റെ ഇടത്തിൽ നിന്നും അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയുടെ ഇമേജാണ് ടീനയ്ക്കുള്ളത്. സോ റെഫർ ടു ആസ് സ്പേഷ്യൽ ആൻഡ് സോഷ്യൽ മാർജിനലൈസേഷൻ. ഇത് അവിടെ ചെറിയൊരു ഗ്യാപ്പിൻ്റെ കുറവുണ്ട്. ദിസ് ഈസ് റെഫർ ടു സോഷ്യൽ ആൻഡ് സ്പേഷ്യൽ മാർജിനലൈസേഷൻ. ഒരു സ്ത്രീയെ ആ ഒരു സൊസൈറ്റിയിൽ നിന്നും അതുപോലെ ആ ഒരു സ്പേസിൽ നിന്നും എന്താണ് മാർജിനലൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടിയും വരുന്നത്. ആൻഡ് ദെൻ മെറ്റഫോറിക്കലി പൊസിഷൻഡ് ഔട്ട്സൈഡ് ദ മാസ്കുലിൻ ഹണ്ടിങ് നെറേറ്റീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിനയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം ഇവരുടെ ഒരു എക്കോസിസ്റ്റത്തിനെ, മാസ്കുലിൻ ആയിട്ടുള്ളൊരു എക്കോസിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പുറത്തു നിന്നുള്ളൊരു ഫാക്ടറായിട്ടാണ് ടീനയെ കാണുന്നത് ഇവർ. അപ്പോൾ ടീന ഒരിക്കലും അവിടെ ഒരു ഇൻസൈഡർ ആയിരുന്നില്ല. അവരുടെ ഒരു ഫാമിലി അവർക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആബ്സെൻറ്റ് പ്രസൻസ്, ടീനയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ആബ്സെൻറ്റ് പ്രസൻസ് ആണ്. ആബ്സെൻറ്റ് പ്രസൻസ് റിഫ്ലക്റ്റ് നോസ് ബ്രോഡർ നെറേറ്റീവ് സ്ട്രാറ്റജി. ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ റൈറ്ററുടെ മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നറേഷൻ്റെ രീതിയാണ്, കഥ പറച്ചിലിൻ്റെ രീതിയാണ്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മെത്തേഡ്, രീതി. സോ ടിന റെപ്രസെൻറ്റ്സ് ലിമിനൽ സ്പേസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഫെമിനിൻ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇത് പക്ക ട്രഡീഷണലായിട്ടുള്ള ഒരു സ്ത്രീത്വം എന്നുള്ള ഐഡിയയും മോഡേൺ ആയിട്ടുള്ള ആധുനിക ഒരു സ്ത്രീത്വവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ദിസ് ഡീസെൻട്രലൈസസ് മാസ്കുലിൻ നെറേറ്റീവ്. നമ്മൾ പറഞ്ഞു വിള്ളലുകളിലൂടെ നമുക്ക് പുതിയ മീനിങ്സ് ഉള്ളിലേക്ക് ഇങ്ങനെ വെളിച്ചം വരും ഇവരുടെ കഥകളിൽ. അപ്പോൾ ഈ കഥയുടെ ഇടയിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നൊരു ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ മാസ്കുലിനായിട്ടുള്ള കഥ പറച്ചിലിന് എതിരെ പോകുന്നൊരു നെറേറ്റീവാണിത്. ദെൻ പ്രൊവൈഡ് സട്ടിൽ ക്രിട്ടീക്ക് ഓഫ് റൂറൽ പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സ്. പലപ്പോഴും ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാട്രിയാർക്കി കാണപ്പെടാറുള്ളത്. ഐ ടോൾഡ് യു, പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്രിട്ടിക്കാണ്, അതിൻ്റെ ഒരു വിമർശനം കൂടിയാണ് ഈ ഒരു സ്റ്റോറി. ദെൻ അവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മിനിമലിസ്റ്റ് ടെക്നിക്കാണ്. വളരെ കുറച്ചേ പറയുന്നുള്ളൂ. കഥ ഒരുപാട് പരത്തി പറയുന്നില്ല, കൃത്യതയോടെ ഇൻസിഡൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നൊന്നുമില്ല. ഓർമ്മയിൽ നിന്ന് നമുക്കൊരു തുണ്ട് കാണും, ഒരു പീസ് ഓഫ് റിയാലിറ്റി ഈസ് ഷോൺ. അതിൽ നിന്നാണ് നമ്മൾ കഥ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റുഡൻസിന് ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കഥയായിട്ട് മാറുന്നത്. And so a symbolic disruption of masculine territorial narratives representing intellectual mobility. So this Tina emerges not just as a character. അപ്പോൾ ഒരു കഥാപാത്രമായിട്ടുള്ള ടീനയെ കാണേണ്ടത് പകരം മാസ്കുലിനായിട്ടുള്ള ഒരു ടെറിട്ടറിയെ, മാസ്കുലിനായിട്ടുള്ള ഒരു അധികാരത്തിൻ്റെ ഇടത്തിനെ, അതിനെക്കുറിച്ചുള്ള എഴുത്തിനെ, നെറേറ്റീവ് സ്റ്റൈലിനെ വെല്ലുവിളിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ടീനയെ നമ്മൾ കാണേണ്ടത്.
അപ്പോൾ ടിനയിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു ക്യാരക്ടർ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്താണ്, അപ്വേർഡ് മൊബിലിറ്റിയാണ്. സൊസൈറ്റിയിൽ തന്നെ വലിയ സർക്കിൾസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയ കഴിവുകളും വിവരവും ഉള്ള ഒരാളായിട്ടാണ് ടിനയെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാറാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഹെൻറിക്കും മോർട്ടനും അവരുടെ നിന്നിരുന്ന അതേ ഇടത്ത് തന്നെ നിൽക്കുകയാണ്. അവരുടെ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ, റൂറൽ ലാൻഡ്സ്കേപ്പിൽ ഹൗ എ മാൻ ഇസ് സപ്പോസ് ടു ബിഹേവ്, എങ്ങനെയാണ് ഒരാൺ എന്നുള്ള ആൾ ആ സമൂഹത്തിൽ നിൽക്കേണ്ടത്, അവിടെ തന്നെ നിൽക്കുകയാണ് ആര്, ഹെൻറിക്കും അതുപോലെ മോർട്ടനും. അതേസമയം ടീന അങ്ങനെയല്ല. ഷീ ഈസ് ആംബിഷ്യസ്, ഷീ ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹൊറൈസൺസ്. അങ്ങ് ദൂരെയുള്ള ചക്രവാളങ്ങളും അതുപോലെ ഹൈറ്റ്സാണ്. സ്കൈലാർക്ക് എന്നുള്ള പേര് വളരെ സിംബോളിക്കാണ്. അത് ഈ PPTയിൽ സ്ലിപ്പായി പോയൊരു പോയിൻ്റാണ്. സ്കൈലാർക്ക് എന്നുള്ള വിളി വളരെ സിംബോളിക്കാണ്. സ്കൈലാർക്ക് എന്നുള്ള പക്ഷി ഹൈറ്റ്സിൽ നിന്നിട്ടാണ് ഇങ്ങനെ പാട്ട് പാടുക, നമുക്ക് കാണൂല ആ പക്ഷി. അപ്പോൾ അത്രയും ഹൈറ്റ്സ് ഉന്നം വെക്കുന്ന വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള, കൾച്ചേർഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയും നിന്നിടത്ത് തന്നെ നിൽക്കുന്ന രണ്ട് കൂട്ടുകാരും. അതാണ് ഇതിലുള്ള ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സത്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആൻഡ് സിംബോളിക് എലമെൻറ്റ്സ്. ഡോഗ്സ് വളരെ സിംബോളിക്കാണ്. ഡോഗ്സ് റെപ്രസെൻറ്റ് വൾണറബിലിറ്റി ആൻഡ് ഡിസ്പോസിബിലിറ്റി ആൻഡ് ഇറ്റ് റിഫ്ലക്ട് ദ വാല്യൂലെസ് നേച്ചർ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. എങ്ങനെയാണോ ഡോഗ്സിനെ ഇവർ കൊന്നു തള്ളി കൊണ്ട് കളയുന്നത്, അതുപോലെ അത്രയും വാല്യൂ തന്നെയാണ് ഹ്യൂമൻ റിലേഷൻഷിപ്സിനും വരുന്നുള്ളൂ ഇവരുടെ ഇടയിൽ എന്നുള്ളൊരു ഫാക്ടറാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ ദ ആക്ട് ഓഫ് ഷൂട്ടിംഗ് ഡോഗ്സ് സിംബലൈസ് എ ഹാർഷ് ഫോം ഓഫ് മേഴ്സി വെൻ ദേ ആർ ഇൻവോൾവ് ഇൻ സം ആക്ട് വിച്ച് ദേ ലൈക്ക് ടു ഡു. അവരറിയാതെയാണ് അവരെ കൊല്ലുന്നത് എന്നുള്ളൊരൊറ്റ ന്യായീകരണം മാത്രമേ ഉള്ളൂ. പക്ഷേ കൊല്ലുന്നത് കൊലപാതകം തന്നെയാണ്, അവരുടെ ലൈഫ് എൻഡ് ചെയ്യാണ്. അത് വളരെ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ഇൻജസ്റ്റിസും വയലൻസുമാണ്, അനീതിയുമാണ്. ഇറ്റ് ഈസ് വയലൻസ് ടു. സോ ഇറ്റ് ഈസ് തോട്ട് ഓഫ് ആസ് എ മെർസിഫുൾ മൂവ് ബൈ ദ ഹണ്ടർ. ദ ഫാംയാർഡ് ആൻഡ് ലാൻഡ്സ്കേപ്പ് റിഫ്ലക്ട് ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ഹണ്ടേഴ്സിൻ്റെ വളരെ ഗ്രിമ്മായിട്ടുള്ള, ഒട്ടും ദയവ് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, തീരെ മേഴ്സിലെസ് ആയിട്ടുള്ള ഒരു സൈഡാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഇമോഷൻസിനെ ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഗ്രിമ്മായിട്ടുള്ള അന്തരീക്ഷം പോലെ തന്നെ ഒതുക്കി വെച്ചിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ്. സോ ദ ഗ്രിം അറ്റ്മോസ്ഫിയർ, ദ ഗ്ലൂമി അറ്റ്മോസ്ഫിയർ റിലേറ്റ്സ് ടു ദ സൈക്കോളജിക്കൽ ടെർമോയിൽ. അവരുടെ ഉള്ളിൽ തന്നെയുള്ള, മനസ്സിൻ്റെ അകത്തുള്ള കുറേ സംഘർഷങ്ങളുണ്ട്. അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെയാണ് എന്തുള്ളത്, ഈ ഒരു ഗ്ലൂമി ആയിട്ടുള്ള, ഒരു ഗ്രേ കളറിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം തന്നെ പോർട്രേ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ സൈക്കോളജിക്കൽ ടെർമോയിൽ ആൻഡ് അണീസ് അറ്റ് ദ കോർ ഓഫ് ദി പീപ്പിൾ ഹു ഇൻഹാബിറ്റ് ദ പ്ലേസ്. ആ സ്ഥലത്ത് താമസിക്കുന്നവരുടെ ഉള്ളിലുള്ള ആ ഒരു ഗ്രിമ്മായിട്ടുള്ള ഒരു റിയാലിറ്റിയെയാണ് ഈ ഒരു നോവല് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് സ്റ്റോറി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ദ ഇന്നേറ്റ് വൾണറബിലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദെയർ ട്രിസ്റ്റ് ഓർ പ്ലേ വിത്ത് വയലൻസ്. അതേസമയം മനുഷ്യരും വളരെ വൾണറബിളാണ് ഇവിടെ. ആര്, ഹെൻറിക്കും മോർട്ടനും ഇതേപോലെ തന്നെ വൾണറബിളാണ്. ഇവർ സ്വയം ഏറ്റെടുത്തിട്ടുള്ളൊരു ഇമോഷണൽ ബേർഡൻ ഉണ്ട്. ഒരാൾ മറ്റൊരാളുടെ വിഷമത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും അയാൾക്ക് വേണ്ട സൊല്യൂഷനാണ് ഈ കൊല്ലൽ എന്നുള്ളത്. ഹിയർ ഹെൻറിക് ഈസ് ഹെൽപ്പിംഗ് മോർട്ടൻ ഈസ് ഹെൽപ്പിംഗ് ഹെൻറിക് ടു കിൽ. പക്ഷെ അത് ഇവർ തമ്മിലുണ്ടാക്കുന്ന ഒരു വല്ലാത്ത ഇമോഷണൽ ആയിട്ടുള്ള സ്ലേവറി ഉണ്ട്. ഇവർ തമ്മിൽ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇമോഷണൽ ബോണ്ടേജ് ഇവർ തമ്മിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോയൽറ്റി പലപ്പോഴും ഒരു ബാധ്യതയായിട്ട് മാറുന്ന, റിലേഷൻഷിപ്സിൽ ലോയൽറ്റി എങ്ങനെ ബാധ്യതയായി മാറുന്നു എന്നുള്ള ഒരു ഡയമെൻഷൻ കൂടി ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കുണ്ട്. ഓക്കെ, സോ ദി innate vulnerability of human beings and their tryst or game with violence ഫോർ ഇമ്മീഡിയറ്റ് ആൻഡ് ഈസി സൊല്യൂഷൻസ്. പെട്ടെന്നുള്ള സൊല്യൂഷൻസിന് അപ്പോൾ ഉള്ള മരുന്ന് വയലൻസാണ്. പക്ഷേ പിന്നീടേക്ക് അത് അവരെ കൂടുതൽ വൾണറബിൾ ആക്കുകയാണ്. വൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ എന്തും അവരെ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അവരത്ര കട്ടിയുള്ള അല്ലെങ്കിൽ മനക്കെട്ടിയുള്ള ആൾക്കാരല്ല. അവരെ എന്തും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാം. ഇറ്റ് ഈസ് പോസിബിൾ ടു ബി ഹേർട്ട്. വേദനിക്കപ്പെടാം, അല്ലെങ്കിൽ പെട്ടെന്ന് വേദനയും വിഷമവും സങ്കടമൊക്കെ തോന്നാം. നമ്മളിങ്ങനെ ഒരു പോയിന്റിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടാം എന്നുള്ളൊരു പൊസിഷനെയാണ് നമ്മൾ വൾണറബിലിറ്റി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ദ ഡെത്ത് ഓഫ് ഡോഗ് സിംബലൈസ് ദ ഡീകേ ആൻഡ് എൻഡ് ഓഫ് ഹ്യൂമൻ ബോൺസ് ടു. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഡീക്കേയും
അതിൻ്റെ എൻഡിങ്ങും തന്നെയാണ് ഈ ഒരു ഡോഗ്സിൻ്റെ ലൈഫിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഡോഗ്സ് ഇവിടെ റിയൽ ക്യാരക്ടേഴ്സുമാണ്, അതേസമയം അവർ വളരെ മെറ്റഫോറിക്കലുമാണ്. അവർ സിംബലൈസ് ചെയ്യുന്നത് മനുഷ്യരുടെ ഈ റിലേഷൻഷിപ്പും തമ്മിലുള്ള ലോയൽറ്റി അവസാനം എൻഡിലേക്ക് പോകുന്നതൊക്കെയാണ്. അപ്പോൾ ഇനി ജനറൽ തീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ്കുലിനിറ്റി, ദെൻ ലോയൽറ്റി, വിശ്വാസ്യത, മറ്റേ ആളോടുള്ള വിശ്വാസ്യത ഒരു ബേർഡനായിട്ട് മാറുന്നത്, ദെൻ സർവൈവൽ, ഇമോഷണൽ സപ്രഷൻ ഓഫ് ദീസ് മെൻ ഫോക്ക്, ദെൻ റൂറൽ ലൈഫ്, എങ്ങനെ ലാൻഡ്സ്കേപ്പ് ഒരു ക്യാരക്ടറിനെ പോലെ അപ്പിയർ ചെയ്യുന്നു, ദെൻ ദ കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. ഇതെല്ലാം ഈ ഒരു സ്റ്റോറിയിലെ തീംസ് ആണ്. സോ ദ സ്റ്റോറി ഈസ് എ പ്രൊഫൗണ്ട് എക്സ്പ്ലോറേഷൻ, ഒരു ഡീപ്പായിട്ടുള്ള അനാലിസിസ് ആണ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഡ്യൂട്ടി ആൻഡ് ദി അൺസ്പോക്കൺ റൂൾസ് ദാറ്റ് ഗവേൺ റിലേഷൻഷിപ്സ് ഇൻ എ റൂറൽ കമ്മ്യൂണിറ്റി. പലപ്പോഴും ഒരു റൂറൽ കമ്മ്യൂണിറ്റിയിലാണ് ഈ ഒരു നാലാൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് പേർ തമ്മിലുള്ള റിലേഷൻഷിപ്സിൽ മറ്റുള്ളവർ ഇൻവോൾവ് ആവുകയും അവർ ഇന്നതാണ് ശരിയെന്ന് ചൂണ്ടിക്കാണിച്ചു തരികയും ചെയ്യുന്നു. അപ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് നമ്മുടെ റിലേഷൻഷിപ്സിനെ അലൈൻ ചെയ്തിട്ട്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയൊക്കെ നെഗേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. സോ ദ സ്റ്റോറി ഈസ് എ പ്രൊഫൗണ്ട് എക്സ്പ്ലോറേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഡ്യൂട്ടി ആൻഡ് അൺസ്പോക്കൺ റൂൾസ് ദാറ്റ് ഗവേൺ റിലേഷൻഷിപ്സ് ഇൻ എ റൂറൽ കമ്മ്യൂണിറ്റി. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ് ടീനയ്ക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവൾ ഔട്ട്സൈഡർ ആവുന്നു. സോ ദാറ്റ് ഈസ് ദി major themes. And coming to her writing style is minimalist and അണ്ടർസ്റ്റേറ്റഡ്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ഇല്ല, വളരെ ക്ലാരിറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഇല്ല, പല കാര്യങ്ങളും ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന നമുക്ക് മനസ്സിലാവും. ദെൻ ഫ്രാഗ്മെൻറ്റഡ് നെറേറ്റീവ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ കഥ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ മുന്നിലേക്കും പിന്നിലേക്കും പോയി ഹെൻറിക്കിൻ്റെ ഒരു ഓർമ്മയിലൂടെയാണ് ഈ കഥ വരുന്നത്, അല്ലാതെ നേരിട്ടുള്ള സംസാരങ്ങളൊക്കെ കുറവാണ്. സോ നത്തിങ് ബിഗ് ഹാപ്പൻസ് ഇൻ ദി സ്റ്റോറി. ഈ ഒരു സിറ്റുവേഷൻ്റെ ഫ്ലാഷ് ബാക്ക് മാത്രം അവിടെ കാണിച്ചു എന്നുള്ളൂ, അല്ലാതെ വലിയ ഈവൻസ് ഒന്നും സ്റ്റോറിയിൽ സംഭവിക്കുന്നില്ല. ദെൻ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള നെറേറ്റീവാണ്, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ളൊരു ഫ്ലോ ഒന്നുമില്ല. ഗോയിങ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ ടൈം. ദെൻ റിച്ച് ഇൻ സട്ടിൽ സൈക്കോളജിക്കൽ ഒബ്സർവേഷൻസ്. കൃത്യതയോടെയുള്ള സൈക്കോളജിക്കൽ ഒബ്സർവേഷന് നമുക്ക് ഈ ക്യാരക്ടേഴ്സിൽ കാണാൻ പറ്റും. ആൻഡ് ഷീ യൂസസ് ഡീറ്റെയിൽഡ് ഓൾമോസ്റ്റ് ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻസ് ടു ക്രിയേറ്റ് ഇമോഷണൽ ഡിസ്റ്റൻസ്. ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ തന്നെ, ഇവർ ഇത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ തമ്മിലൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ട്. ടിനയും ഹസ്ബൻഡും തമ്മിലൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ റൈറ്ററും ആളുടെ സ്റ്റോറിയും തമ്മിലൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിട്ട് നിന്നിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് കാണാൻ പറ്റുക. ദെൻ ഷീ എംപ്ലോയ്സ് എ ക്ലോസ് തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ദാറ്റ് റിഫ്ലെക്ട്സ് ദ ക്യാരക്ടേഴ്സ് ഇമോഷണൽ റെസ്ട്രെയിൻറ്റ്. സ്വയം നേരിട്ട് ഒരു ഇമോഷനെ അതേപോലെ എക്സ്പ്രസ് ചെയ്യുന്നില്ല, പകരം ഒരു തേർഡ് പേഴ്സൺ, പുറത്തുള്ളൊരു തേർഡ് പേഴ്സൺ നറേറ്റ് ചെയ്യുന്ന പോലെയാണ് സ്റ്റോറി ലൈൻ പോകുന്നത്. ദെൻ ഇവരുടെ സ്റ്റൈലിസ്റ്റിക് ടെക്നീക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വളരെ കുറഞ്ഞ ഡയലോഗ്സേ ഉള്ളൂ. ഡയലോഗ്സ് തന്നെ വിത്തിൻ കൊട്ടേഷൻ അതിൻ്റെ ക്ലിപ്പിങ്സ് ഇട്ടിട്ടാണ് സ്റ്റോറി ഉള്ളത്. ആൻഡ് ഇൻസ്റ്റെഡ് ദർ ആർ ഡീറ്റെയിൽഡ് എൻവയോൺമെൻറ്റൽ ഡിസ്ക്രിപ്ഷൻസ്. വളരെ കൃത്യമായിട്ട് ആ ഒരു ലാൻഡ്സ്കേപ്പുകൾ പോർട്രേ ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനാണുള്ളത്. ആൻഡ് ദെൻ മെറ്റഫോറിക്കൽ യൂസ് ഓഫ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ആനിമൽസ്. ഇൻ ദ സ്റ്റോറി ലാൻഡ്സ്കേപ്പും ആനിമൽസും മനുഷ്യരും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോറിയാണിത്. ആൻഡ് ദെൻ ദർ ഇസ് എ ഗ്രാജുവൽ റെവലേഷൻ ഓഫ് സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റീസ്. അങ്ങനെ വളരെ പതുക്കെ മാത്രമാണ് ഈ ഒരു ഗ്രാജുവൽ റെവലേഷൻ ഓഫ് സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റീസ്. വളരെ സ്ലോ ആയിട്ട് ചെന്നിട്ടാണ് നമ്മൾ ഈ ഒരു സൈക്കോളജിക്കൽ റിയാലിറ്റി മനസ്സിലാവുന്നത്. ആൻഡ് ദെൻ ടെൻഷൻ ക്രിയേറ്റഡ് ത്രൂ വാട്ട് ഈസ് ലെഫ്റ്റ് അൺസെഡ്. പറയാതെ പറഞ്ഞു വെച്ച കാര്യങ്ങളിലുള്ള ഒരു ടെൻഷൻ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് പ്ലോട്ടിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, പകരം നമുക്ക് അവരുടെ ഒരു ഇമോഷണൽ കോംപ്ലക്സിറ്റിയിലേക്കുള്ള ഒരു എത്തിനോട്ടം മാത്രമാണ് സ്റ്റോറിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കോംപ്ലക്സിറ്റിയുടെ റീസണും. സോ മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ ദിസ് ഗിവ്സ് us എ വെരി കോംപ്ലക്സ് പോർട്രയൽ ഓഫ് മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി. ഈ മോട്ടനും ഹെൻറിക്കും തമ്മിലുള്ള ക്യാരക്ടേഴ്സിലൂടെ. ആൻഡ് സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ലെസൺ. താങ്ക് യു സോ മച്ച്.